കേരള കർണാടക വനാതിർത്തിയിലെ വൈദ്യുതി വേലി തകർന്നതോടെ രാജഗിരി ഊരിൽ കാട്ടാന ഭീതി രൂക്ഷം. ഒരു കാലത്ത് കൃഷിയിടങ്ങൾ നിറഞ്ഞു നിന്നിരുന്ന രാജഗിരിയിൽ ഇന്ന് കാട്ടാനകളുടെ ഭീഷണിയെ തുടർന്ന് പല കുടുംബങ്ങളും താമസം മാറ്റിയിരിക്കുകയാണ്. ഓഗസ്റ്റ് 1-നുണ്ടായ ഉരുൾപൊട്ടലിൽ രാജഗിരി ഊരിനോട് ചേർന്ന് കർണാടക വനത്തിലും മണ്ണിടിച്ചിലുണ്ടായി. പിന്നാലെ തേജസ്വിനി പുഴ കരകവിഞ്ഞതോടെ വനാതിർത്തിയിലെ വൈദ്യുതി വേലിയുടെ 250 മീറ്റർ ഭാഗം പൂർണ്ണമായും തകർന്ന് മണ്ണിനടിയിലായി. 650 മീറ്റർ നീളത്തിലുള്ള വേലിയിൽ 100 മീറ്റർ ഭാഗം നാട്ടുകാർ സ്വന്തം ശ്രമത്തിൽ പുനഃസ്ഥാപിച്ചെങ്കിലും ബാക്കി ഭാഗം ഇപ്പോഴും തകർന്ന നിലയിലാണ്. ഇതോടെ കർണാടക വനത്തിൽ നിന്നും കാട്ടാനകൾ യഥേഷ്ടം കേരളത്തിലേക്ക് എത്തുന്ന സ്ഥിതിയാണ്. ഏകദേശം 650 മീറ്റർ വേലിയാണ്. കഴിഞ്ഞ പ്രാവശ്യം, അതായത് ഒരു 3.5 മാസങ്ങൾക്ക് മുമ്പ് ഈ വേലി കംപ്ലീറ്റ് ഡൗൺ ആയി കിടക്കുമായിരുന്നു. അത് നമ്മൾ നാട്ടുകാരുടെയും പഞ്ചായത്തിന്റെയും അതേപോലെ തന്നെ ഫോറസ്റ്റുകാരുടെ സഹായത്തോടുകൂടി നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് ശരിയാക്കി. പക്ഷേ ഏതാണ്ട് 50,000 രൂപയോളം ചെലവ് വന്നു. അത് നമ്മുടെ ഈ ചെറിയ സമൂഹത്തിൽ നിന്ന് നമ്മൾ പരമാവധി പിരിച്ചെടുത്തു. പാലം പണിയാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് പഞ്ചായത്തിൽ നിന്ന് ഒരു 10,000 റുപ്പീസ് അവരും തന്നു. പക്ഷെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന പറയുകയാണെങ്കിൽ ഈ 600 മീറ്ററുകൾ ഏതാണ്ട് ഒരു 200 മീറ്ററോളം കംപ്ലീറ്റ് മണ്ണിനടിയിലാണ്. അതിപ്പോൾ നമ്മുടെ ഫോൾട്ട് കൊണ്ടല്ല, ഒന്ന് പുഴയിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് കയറി, അതേപോലെ തന്നെ കാടിൽ ഉരുൾ പൊട്ടി, അപ്പോൾ അവിടെ നിന്ന് വെള്ളം ഇങ്ങോട്ട് വന്നു. അപ്പോൾ നമുക്കിത് റിക്കവർ ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കൂടുതലായിട്ട് കംപ്ലീറ്റ് മണ്ണിനടിയിലാണ്. അപ്പോൾ ഇനിയും നമ്മൾ ഒരു 200 മീറ്റർ വേലി എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ പൈസ ഉണ്ടാക്കി ഇനി വീണ്ടും നമ്മളുടെ ആൾക്കാരെ തന്നെ റേസ് ചെയ്ത് ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ നടക്കുന്ന കാര്യമല്ല. മാത്രമല്ല, ഇപ്പോൾ ഈ പാലത്തിന് വേണ്ടിയിട്ട് തന്നെ 2 ദിവസം ഇവിടെയുള്ള ആൾക്കാരെല്ലാം കഷ്ടപ്പെട്ടിട്ടാണ് ഈ പാലം ഈ ഒരു സ്റ്റേജിലാക്കിയത്. അപ്പം നമുക്ക് പഞ്ചായത്തിനോടും അതേപോലെ തന്നെ പെർട്ടിക്കുലർ MLA-യോടും ആവശ്യപ്പെടാനുള്ളത് ഇങ്ങോട്ടേക്ക് നടക്കാൻ ഒരു പാലം വേണം. അതായത് ആൾക്കാർക്ക് നടന്നു വരാനെങ്കിലും ഒരു പാലം വേണം. അതേപോലെ റോഡ് ശരിയാക്കണം. ഈ ഫെൻസ് താൽക്കാലികമായിട്ടെങ്കിലും നന്നാക്കാനുള്ള ഒരു ഫണ്ട് ഒന്നെങ്കിൽ ഫോറസ്റ്റുകാർ, അതല്ലെങ്കിൽ MLA, അതല്ലെങ്കിൽ പഞ്ചായത്ത്, അത് ആരെങ്കിലും അനുവദിക്കണം. കാരണം നമ്മുടെ കണ്ണൂർ ജില്ലാ കളക്ടറുടെ ദുരന്ത നിവാരണത്തിൽ കുറെ ഫണ്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അനുവദിക്കാവുന്ന ഫണ്ടാണത്. ഇതിനു വേണ്ടിയിട്ടുള്ള നമ്മുടെ കയ്യിൽ പൈസ ഉള്ളത്, പൈസ വേണ്ടത്, ഇതിനു വേണ്ടിയുള്ള പൈസ ചെലവാക്കേണ്ടത്. മാത്രമല്ല, നിലവിലിപ്പം നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത് ഈ ഫെൻസ് കട്ട് ചെയ്തിട്ട് പുഴയിലേക്ക് വെച്ചേക്കുവാണ്. പക്ഷേ ഇതിനപ്പുറത്തൂടെ ഏതാണ്ട് ഒരു 100 മീറ്റർ സ്ഥലത്തൂടെ രാജഗിരി ടൗണിലേക്ക് എതിരെ വേണമെങ്കിലും, അതായത് രാജഗിരി പെരുവിള റോഡിലോ രാജഗിരി പള്ളിയിലോ രാജഗിരി ടൗണിലോ ഏതെങ്കിലും കർഷകന്റെ സ്ഥലത്തോ കർഷകന്റെ വീട്ടിലേക്കോ എപ്പോൾ വേണമെങ്കിലും ആനയ്ക്ക് വരാവുന്നൊരു സിറ്റുവേഷനാണ് ഉള്ളത്. അപ്പോൾ ഇത് ഒരു ചെറിയ സമൂഹത്തിന് താങ്ങാൻ പറ്റുന്ന ഒരു സമ്മർദ്ദമുണ്ട്. നമ്മളിപ്പം അതിനെയൊക്കെ അതൊന്നും പിന്നെയിപ്പം നമ്മളെ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ സാമ്പത്തിക ശേഷി കൊണ്ടോ നമ്മുടെ ആൾബലം കൊണ്ടോ നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് നമ്മൾ കണ്ണൂർ ജില്ലാ കളക്ടർ, സ്ഥലം MLA, സ്ഥലം MP, പഞ്ചായത്ത്, ഇങ്ങനെയുള്ള എല്ലാ അധികാരികളോടും നമ്മൾ സഹായം അഭ്യർത്ഥിക്കുന്നു. നമുക്ക് ഇവിടെ സുരക്ഷിതമായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സുരക്ഷിതത്വമാണ് ഇതിനപ്പുറം താമസിക്കുന്ന കോഴിച്ചാലിലോ രാജഗിരിയിലോ മീൻതുള്ളിലുള്ള ആൾക്കാരുടെ സുരക്ഷിതം എന്ന് പറയുന്നതും ഞങ്ങളുടെ സുരക്ഷിതത്വം തന്നെയാണ്. അതായത് ഇവിടെ വരുന്ന ആനേനെ ഫസ്റ്റ് പ്രതിരോധിക്കുന്നത് ഞങ്ങളാണ്. ഇവിടെ പ്രതിരോധിക്കാൻ ഞങ്ങളില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ആനയുടെ വഴിക്ക് പോകും. ഈ പ്രദേശമെല്ലാം പഴയ ആനച്ചാലാണ്. ഈ ഒരു സ്ഥലമോ അല്ലെങ്കിൽ അതിനപ്പുറത്തെ സ്ഥലമോ അങ്ങനെയൊന്നുമല്ല. ഈ പ്രദേശം കംപ്ലീറ്റ് തന്നെ ആനച്ചാലായിരുന്നു. അപ്പം ആ ഒരു കാഴ്ചപ്പാട് ഉൾക്കൊണ്ടുകൊണ്ട് അധികാരികൾ പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാറുള്ളത്. പകൽ പോലും കാട്ടാനകൾ ഊരിനടുത്തെത്തുന്നു. ശബ്ദമുണ്ടാക്കിയും പടക്കം പൊട്ടിച്ചുമാണ് നാട്ടുകാർ ആനകളെ തുരത്തുന്നത്. ഏതു നിമിഷവും ആനകൾ വീടുകൾക്ക് സമീപമെത്തുമെന്ന ഭീതിയിലാണ് ഇവിടെ കഴിയുന്നവർ. ഈ വേലി എന്ന് പറയുന്നത് ഞങ്ങളൊരു 48,000 രൂപ ഞങ്ങൾ ജനങ്ങളാൽ പിരിച്ചെടുത്ത് ഞങ്ങൾ സംവിധാനങ്ങളാക്കി ഒരു 2.5 മാസം മുമ്പ് ഞങ്ങൾ ചെയ്തൊരു സംഭവമാണ്. പക്ഷേ യാദൃശ്ചികമായും ഉരുൾപൊട്ടി വെള്ളം വന്ന് ഇവിടം തൊട്ട് വേലി പരിപൂർണമായിട്ട് താഴേക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. താഴെ എന്ന് പറഞ്ഞാൽ ഇച്ചിരി താഴെ ഉരുൾപൊട്ടി, അവിടെ ഒരു ഉരുൾപൊട്ടി മണ്ണിനടിയിലാണ് ഈ നിലവിൽ വേലി ഉള്ളത്. നമ്മളെ കൊണ്ട് ജനകീയമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞങ്ങൾ 5-6 പേര് 6-7 പേര് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പരമാവധി ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. 15 കുടുംബങ്ങൾ താമസിച്ചിരുന്ന 15 ഏക്കർ വരുന്ന രാജഗിരി ഊരിൽ ഇന്ന് ഒരാൾ മാത്രമാണ് താമസിക്കുന്നത്. കാട്ടാനകൾ കൃഷി നശിപ്പിച്ചതോടെ പലരും കൃഷി ഉപേക്ഷിച്ചു. പിന്നീട് പല കുടുംബങ്ങളും മറ്റു സ്ഥലങ്ങളിലേക്ക് വാടകയ്ക്ക് താമസം മാറുകയും ചെയ്തു. കാരണം ഞങ്ങൾ മടുത്തു. കാരണം ജനങ്ങള് 10-45 കുടുംബം, അത് രാജഗിരി പള്ളി വരെ ഉള്ള അയൽക്കൂട്ടത്തിൽ പെടുന്നതാണ് ഞങ്ങള്. പക്ഷെ ഞങ്ങൾ വന്ന് ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ കൊണ്ട് മനുഷ്യ ചെയ്യുന്ന ഇനി മനുഷ്യബലം കൂടുതൽ വേണം. കാരണം ഈ കമ്പികളെല്ലാം ഇവിടുന്ന് വലിച്ചു നോക്കണമെങ്കിൽ ആൾബലം കൂടുതൽ വേണം. അങ്ങോട്ട് പോകണമെങ്കിൽ യന്ത്രസഹായം വേണം. അത് ആളുകൾ വന്ന് സഹകരിച്ച് യന്ത്രസഹായത്തോടെ വന്ന പഞ്ചായത്തിന്റെ സഹായം ഇല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ പഞ്ചായത്തിന്റെ ഒരു കൊണ്ട് ഞങ്ങളോട് ഒരു സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങൾ ഈ അവസരത്തിൽ ഞങ്ങൾക്ക് അത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. മുന്നോട്ടുള്ള കാര്യങ്ങൾ പഞ്ചായത്ത് അധികൃതർ വന്ന് ചെയ്തു തരണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ആന പുഴയിലിറങ്ങി
അവിടെ നോക്കിയാൽ കാണാം, ആന പുഴയിൽ ഇറങ്ങിയിട്ടുണ്ട്, കാണാൻ പറ്റും. അവിടെ ആന ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ആന പുഴയുടെ അറ്റം വരെ വന്നിട്ടുണ്ട്. മനസ്സിലായോ? വൈദ്യുതി വേലി നിർമ്മാണത്തിന് പഞ്ചായത്തിന്റെ സഹായം ലഭിച്ചിരുന്നുവെങ്കിലും വലിയൊരു തുക പ്രദേശവാസികൾ തന്നെയാണ് ചെലവഴിച്ചത്. ഇപ്പോൾ തകർന്ന വേലി പുനർനിർമ്മിക്കാനും സ്വന്തം കൃഷിയും ജീവനും സംരക്ഷിക്കാനുമുള്ള പോരാട്ടത്തിലാണ് നാട്ടുകാർ. വൈദ്യുതി വേലി പുനർനിർമ്മിച്ച് കാട്ടാനകളെ തടയാൻ അടിയന്തര നടപടി വേണമെന്നാണ് രാജഗിരി ഊരിന്റെ ആവശ്യം. വനം വകുപ്പും MLAയും ജില്ലാ ഭരണകൂടവും പഞ്ചായത്ത് ഭരണസമിതിയും അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇതെനിക്ക് തരുമോ? ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.